AAPയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ധർണാ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഈ ധർണാ സമരം നടത്തുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച്, അതായത് സപ്ലൈകോ എന്തിനു വേണ്ടിയാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചിട്ടുള്ളത്? വിലക്കയറ്റ കാലത്ത് സാധാരണ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭിക്കുക, സബ്സിഡിയോടുകൂടി ലഭിക്കാൻ കഴിയുക എന്നുള്ളത് വേണ്ടിയിട്ടാണ്. ആ ഉദ്ദേശത്തോടുകൂടി സബ്സിഡി ഇനത്തിൽ 13 അതായത് സാധാരണക്കാരും ബഹുഭൂരിപക്ഷം സാധാരണ ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും ആവശ്യമായ സാധനങ്ങളായിട്ടുള്ള 13 ഇനം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചിട്ടുള്ളത്. ആ ലക്ഷ്യത്തിൽ നിന്ന് സപ്ലൈകോ ഇതെല്ലാം പിന്മാറിയിരിക്കുക. സർക്കാർ തൊഴിലാളി വർഗ സർക്കാർ സാമൂഹിക പ്രതിബദ്ധത എന്നൊക്കെ പറയെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് ഈ തൊഴിലാളി വർഗ സർക്കാർ എന്ന് പറയുന്നത്. അത് സാധാരണക്കാർക്ക് കിട്ടേണ്ട അനുദിന ജീവിതത്തിൽ ആവശ്യമായ സബ്സിഡി നിത്യോപയോഗ സാധനങ്ങളാണ് ഇന്ന് സബ്സിഡി സാധനങ്ങളില്ല. 11 ഐറ്റം സാധനങ്ങൾ ആണ്. 13 ഐറ്റം സാധനങ്ങൾ 2 മാത്രം ഉണ്ടെന്ന് പറയുന്നു. ഇന്നലെ ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കേരള നിയമസഭ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു സപ്ലൈകോ മുഖേനയുള്ള സബ്സിഡി സാധനങ്ങൾ തുടരുന്ന ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നത്. പക്ഷെ 1 രൂപ പോലും അതിനായി മാറ്റിവെച്ചില്ലെന്ന് മാത്രമല്ല, സപ്ലൈകോ എന്ന കോടികളുടെ കടം കൊണ്ട് നിലനില കയറ്റി നിൽക്കുകയാണ്. ആ നിലയിൽ ഈ സപ്ലൈകോ സ്ഥാപനങ്ങൾ, ഈ മാവേലി സ്റ്റോറുകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ബഹുഭൂരിപക്ഷം സാധാരണക്കാർ ജനങ്ങൾ ഇന്നത്തെ വിലക്കയറ്റ കാലത്ത് എന്തെങ്കിലും അനുദിന ജീവിത ആവശ്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ മുഖേനയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിന് കടവിരുദ്ധമായ ഈ സർക്കാരിന്റെ സമീപനത്തെ അങ്ങേയറ്റം ഞങ്ങൾ ഈ പ്രതിഷേധിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ ഹാർദമായി സ്വാഗതം ചെയ്യാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ പാലാ മണ്ഡലം നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജേക്കബ് തുമ്പിൽ അവറുകൾ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ശ്രീ ജോയ് കളരിക്കൽ.